Good morning, children. All of you take your textbook. നമ്മൾ എവിടെ വരെ പഠിച്ചത്? ആർക്കെങ്കിലും പറയാവോ? ദേവർഷ, എവിടെ വരെ പഠിച്ചു മോളെ? ഈശ്വർ വരെ അല്ലെ? എല്ലാരും ഡേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അവിടെ. കഴിഞ്ഞ ആഴ്ച എടുത്തതിന് ഡേറ്റ് വേണം, എല്ലാ ആഴ്ചയും ഡേറ്റ് വേണം കേട്ടോ. ഓക്കെ, ഇന്നത്തെ ഡേറ്റ് ഇടുക. ഊക്കി മാത്ര ഊക്കി മാത്ര ഊ ആണ് പഠിക്കുന്നത്. ഊ എന്ന അക്ഷരങ്ങളുള്ള വാക്കുകൾ പഠിക്കുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ 20ാമത്തെ പേജ് എടുത്തേ. പേജ് നമ്പർ 20. നമ്മൾ അതില് ആസെ, അനാർ, അമരൂദ്, ആസെ ആം, ആലു, ഈസെ ഇമലി, ഇലായച്ചി, ഈസെ ഈഖ്, ഈശ്വർ. ഇവിടെ വരെയാണ് പഠിച്ചത്. ഇത്രയും പഠിച്ചത് വായിക്കാൻ എത്ര പേർക്ക് അറിയാം? എല്ലാവർക്കും അറിയാം. വായിക്കാൻ അറിയാത്തവരുണ്ടോ? ഈ പഠിപ്പിച്ച എത്രയും വായിക്കാൻ കിട്ടാത്തവരുണ്ടോ? ആരുമില്ല അല്ലെ? അശ്വിനിക്ക് വായിക്കാൻ അറിയില്ല? ഒന്ന് വായിച്ചോ. എല്ലാരും കൂടി ഇരുന്ന് വായിക്കാൻ മിസ് വായിച്ചു തരാം. ശ്രദ്ധിക്ക. ആസെ അനാർ അമരൂദ്. അശ്വിനി എന്തെടുക്കുക? വായിക്കേ. ആസെ ആം ആലു, ഈസെ ഇമലി ഇലായച്ചി, ഈസെ ഈഖ് ഈശ്വർ. ഓക്കെ, ഇത് എഴുതാനും കൂടെ പഠിച്ചു അല്ലേ നമ്മള്? ഒരു ബുക്കില് ഹാഫ് പേജ് വെച്ച് എഴുതിയില്ലേ? അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഡിക്റ്റേഷൻ ഉണ്ടാവേ. ഈ പേജ് ഇപ്പൊ ഇന്ന് തീരും. അപ്പം ഈ പേജിൽ വരെയുള്ള വാക്കുകള് അടുത്ത ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് വെനസ്ഡേ ഡിക്റ്റേഷൻ ഉണ്ടാവും. ഓക്കെ, അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ഊസെ ഉല്ലു ഉടിന. ഒളപ്പിസെ ഉടിന. ഊസെ ഉല്ലു ഉടിന. ഉല്ലു മീൻസ് ഔൾ. എന്താ ഉല്ലു എന്ന് പറഞ്ഞാല്? മൂങ്ങ. നിങ്ങളുടെ വീട്ടിലുണ്ടോ മൂങ്ങയുണ്ടോ? ഇല്ല, ആരുടെയും വീട്ടിലില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയാ കണ്ടിട്ടുള്ളത്? റിച്ചാർഡ് എവിടെയോ കണ്ടിട്ടുണ്ട്. റിച്ചാർഡ് ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. എവിടുന്നാ ഔളിനെ കണ്ടത്? എവിടുന്നാ കണ്ടത്? അമൃത പറയാതെ പറഞ്ഞു. അമൃത, സൂവില് പോയപ്പോ കണ്ടു അല്ലേ? അതെ, എന്റെ മാമനൊപ്പം പോയതാ. അതെ അതെ അതെ, എല്ലാരും അങ്ങനെ ആയിരിക്കും കാണുക അല്ലേ? അതെ. ഉല്ലു എന്ന് പറഞ്ഞാല് ഔൾ. എന്താണ്? ഔൾ. ഉല്ലു. എബില് കണ്ടിട്ടില്ല അല്ലേ? നമുക്ക് സൂല് പോകുമ്പോ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. ഊസെ ഒളപ്പിസെ ഊസെ ഉല്ലു ഉടിന. ഉടിന എന്ന് പറഞ്ഞ എന്താണ്? പറക്ക, ഫ്ലൈ. ഒരു പക്ഷി അവിടെ പറക്കുന്ന കാണുന്നില്ലേ? അതാണ് ഉല്ലു എന്ന്. ഉടിന എന്ന് പറഞ്ഞാല് പറക്കുക. ഉടിന. നെക്സ്റ്റ് ഊസെ ഊൻ ഊതുബിലാവ്. ഊസെ ഊൻ
ഊതുബിലാവ്. മിസ് കഴിഞ്ഞതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഊതുബിലാവിന്റെ ആ വാക്കിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചിരുന്നു അല്ലെ? അതെന്താന്നല്ലേ അറിയോ? ആരെയും കണ്ടുപിടിച്ചത്? ഓട്ടർ എന്ന് പറഞ്ഞ എന്താണെന്ന്? ഇല്ല, അറിയില്ല അല്ലേ? അതിന്റെ പേരറിയില്ല അല്ലെ? മലയാളത്തിൽ എന്താന്ന് അറിയുന്നില്ല. സാരമില്ല, ഇങ്ങനെ കാണുമ്പോ അറിയാം അല്ലെ? ഓട്ടർ അതെന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഊൻ ഊതുബിലാവ്. Once more. ഊസെ ഉല്ലു ഉടിന. ഊസെ ഊൻ ഊതുബിലാവ്. ഊതുബിലാവ്. ഓക്കെ, ഇനി ഒരക്ഷരം കൂടെ ഉള്ളൂല്ലോ അവിടെ. അവിടെ പഠിച്ചേക്കാം നമുക്ക്. ഒറ്റൊരു വാക്കേ ഉള്ളൂ, പിന്നെ ആ ഒരു വാക്ക് മാത്രം ആയിപ്പോലെ. അടുത്ത അക്ഷരം എന്താണ്? ഇറ്. ഏതാണ് അക്ഷരം? ഇറ്. ഇറുസെ ഋഷി. ഇറുസെ ഋഷി. ഋഷി എന്ന് പറഞ്ഞ ആരാണ്? സേജ്, സന്യാസി അല്ലേ? സേജ്. Once more, listen here. Ase anar, amarud. Fatima KM, listen here. Ase am alu. Ise imali ilayaji. Ise ik ishar. ഊസെ ഉല്ലു ഉടിന. ഊസെ ഊൻ ഊതുബിലാവ്. ഇറുസെ ഋഷി. ഓക്കെ, once more. ഊസെ ഉല്ലു ഉടിന. ഊസെ ഊൻ ഊതുബിലാവ്. ഇറുസെ ഋഷി. ഇറുസെ ഋഷി. ഓക്കെ, വെരി ഗുഡ്. എല്ലാരും വായിച്ചല്ലേ? ആദ്യം അൺമ്യൂട്ട് ചെയ്ത മോനെ, വായിച്ചു കേൾക്കട്ടെ. പിന്നെ പഠിപ്പിച്ചത് ഊസെ ഉല്ലു ഉടിന. അവിടുന്നോട്ട് വായിച്ചു കേൾപ്പിക്കണം എല്ലാരും. ഊസെ ഉല്ലു ഉടിന. ഊസെ ഊൻ ഊതുബിലാവ്. ഇറുസെ ഋഷി. കേൾക്കുന്നില്ല. ഓക്കെ ഓക്കെ, ലിസൺ. എല്ലാവരും നോട്ട് ബുക്ക് എടുത്തേ. എന്നിട്ട് ഡേറ്റ് ഇട് സൈഡില്. 18/11/2020. അവിടെ ഹോംവർക്ക് ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? ഊസെ ഉല്ലു ഉടിന. എത്ര പ്രാവശ്യം എഴുതണം? 5 പ്രാവശ്യം എഴുതണം. 5 എന്ന് പറഞ്ഞാൽ ഹാഫ് പേജ്. ആ നോട്ട് ബുക്കിന്റെ ഹാഫ് പേജ് എഴുതണം. ഊ എഴുതുക, ഹൈഫൺ ഇടുക. ഉല്ലു ഉടിന. താഴത്തെ ഹാഫില് ഊ ഹൈഫൺ ഊൻ ഊൻ ഊതുബിലാവ്. നെക്സ്റ്റ് പേജിലായിട്ട് ഇറ് ഋഷി. അത് ഫുൾ എഴുതിക്കോ കേട്ടോ. ഇറൊക്കെ ഒന്ന് നന്നായിട്ട് എഴുതി പഠിക്കണ്ടേ? ആ പേജ് ഫുൾ എഴുതിക്കോ. ഇറുസെ ഋഷി, സേജ്.
ഓക്കെ, ക്ലോസ് യുവർ നോട്ട്ബുക്ക്. പിന്നീട് എഴുതിയാൽ മതി കേട്ടോ. പിന്നെ ഹോംവർക്ക് ചെയ്തിട്ട് എല്ലാവരും തന്നെ ഇടണം. ഹോംവർക്ക് ചെയ്യാത്തവരെ ക്ലാസ് ഗ്രൂപ്പിൽ തന്നെ വിളിച്ചിട്ട് വഴക്ക് പറയാനാ ഇവിടുന്ന് പറയുന്നത്, സാറ് പറയുന്നത്. അപ്പൊ നിങ്ങള് നാണക്കേടാവും അതല്ലേ, നിങ്ങൾ ഹോംവർക്ക് ചെയ്തില്ല പറഞ്ഞ് മിസ് വഴക്ക് പറയുമ്പോൾ നാണക്കേടാവില്ലേ? അപ്പൊ എല്ലാരും തന്നെ ഹോംവർക്ക് ചെയ്ത് പോസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ പേരൊക്കെ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. ഇന്നിപ്പം ഹോംവർക്ക് ചെയ്യാത്തവരെ പെട്ടെന്ന് ടീച്ചറിന് മനസ്സിലാവും. അടുത്ത ക്ലാസ് മുതൽ നിങ്ങൾ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ വിളിക്കും. ഓക്കെ, വിളിച്ച് നല്ല വഴക്ക് കിട്ടും നിങ്ങൾക്ക്. അപ്പൊ അതിനു മുമ്പേ എഴുതി പോസ്റ്റ് ചെയ്യണം കേട്ടോ. എത്ര പേര് ഹോംവർക്ക് ചെയ്യുന്നില്ല ക്ലാസ്സില്? ചെയ്യാത്തവരൊന്ന് കൈ ഉയർത്താമോ? ഇപ്പൊ ഒരു സമ്മാനം കൊടുക്കാറുണ്ട്. ദേവർഷ ചെയ്യുന്നില്ല അല്ലെ? കരയോ ഇപ്പൊ? ഇപ്പൊ എന്താ നമ്മൾ പറയുമ്പോ അത് ശ്രദ്ധിക്കണം. ഹോംവർക്ക് ചെയ്യാൻ മടിയുള്ളവർ എത്ര പേരുണ്ട്? എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ മടിയാന്ന് പറയുന്നവര്? ഫാത്തിമക്കെയും വിളിക്കുന്നുണ്ട് നിന്നെ. പിന്നെ ആരാണ് ഹോംവർക്ക് ചെയ്യാൻ മടിയുള്ള? സത്യമായിട്ട് പറഞ്ഞോ, മിസ് ഒന്നും പറയില്ല. പിന്നെ ആരാണ് ഹോംവർക്ക് ചെയ്യാൻ മടിയുള്ളവര്? നീലാഞ്ജലിക്ക് മടിയാണോ? അദീനിക്ക് മടിയാന്ന് പറഞ്ഞു. മടിയല്ലേ? ഹോംവർക്ക് ചെയ്യാൻ മടിയുള്ളവരെ ചോദിച്ചത്. ഇല്ല ഇല്ല, ഫാത്തിമയ്ക്ക് മാത്രമേ മടിയുള്ളൂ. നിയാദാസിന് മടിയാ, ഷഹബറിക്ക് മടിയാണ്. സത്യമായിട്ട് പറഞ്ഞോ മക്കളെ, ഹോംവർക്ക് ചെയ്യാൻ മടിയുള്ളവർ ആരൊക്കെയാണ്? ഷഹബറ, ഫാത്തിമ, പിന്നെ ആരാണ്? അനാമികക്ക് മടിയാണോ? അനാമിക പി രാജിന് ഹോംവർക്ക് ചെയ്യാൻ മടിയാണ്. അനാമിക പി രാജും അനാമിക ആറും ഉണ്ടല്ലേ, രണ്ടുപേരുണ്ട്. ഇനിഷ്യലേ മാറ്റുള്ളൂ. ബാക്കി എല്ലാരും എഴുതും. അപ്പം എന്ത് ചെയ്യണം? ഷഹബറയും ഫാത്തിമക്കെയും ഹോംവർക്ക് ചെയ്തില്ലേ ഞാൻ വിളിക്കും നിങ്ങളെ. എന്നിട്ട് നല്ല വഴക്ക് തരാം കേട്ടോ. ചെയ്യണം കേട്ടോ. ഹോംവർക്ക് ചെയ്യുവോ രണ്ടുപേരും? ഷഹബറ ഓക്കെ പറഞ്ഞു. ഫാത്തിമ എന്ത് പറയുന്നു? ചെയ്തോളാം. ഓക്കെ, ഗുഡ്. അപ്പൊ അത് എഴുതുക. അക്ഷരദീപത്തിൽ എഴുതണ്ടേ? കുറച്ച് പേരെ അക്ഷരദീപം എഴുതി കാണിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവർ എഴുതി കാണിക്കുന്നില്ല. ഇപ്പൊ അക്ഷരദീപത്തിൽ എഴുതാത്ത കുട്ടികളും ഉണ്ട് ഇതില്. ആയുഷാണോ എഴുതാത്തത്? ആയുഷ് വിവി അക്ഷരദീപത്തിൽ എഴുതിയിട്ടില്ല. മിസ്സിന് നിങ്ങളുടെ സൗണ്ട് ഇങ്ങോട്ട് കേൾക്കാനേ പറ്റുന്നില്ല, അതാ അൺമ്യൂട്ട് ചെയ്യാൻ പറയാത്ത നിങ്ങളോട്. ചെറിയൊരു പ്രശ്നമുണ്ട്. അടുത്ത ക്ലാസ്സിൽ അത് ശരിയാക്കി വരാട്ടോ. ഇപ്പൊ നോട്ട്ബുക്കിൽ എഴുതേണ്ട കാര്യങ്ങൾ എഴുതുക. ഇപ്പം ഇന്ന് ഡിറ്റേഷൻ പറഞ്ഞിരുന്നോ നിങ്ങളോട്? ഇല്ല. അപ്പൊ എന്താ ചെയ്യണ്ടേ? നോട്ട് ബുക്ക് എടുത്തേ. ഇപ്പൊ നോട്ട് ബുക്കിൽ ഇപ്പൊ 2 പേജ് എഴുതാൻ പറഞ്ഞിരുന്നല്ലേ? ആ 3ാമത്തെ പേജിൽ എന്ത് ഡേറ്റ് എഴുതിക്കേ? അവിടെ ആ മുതല് ഇറു വരെയുള്ള അക്ഷരങ്ങൾ ഒന്ന് എഴുതിക്കേ. ആ ലൈനില് ഫസ്റ്റ് ലൈനില് ആ ഇ ഉ ഇറ്. സ്വരാക്ഷരങ്ങളിലെ ആ മുതൽ ഇറു വരെയുള്ള അക്ഷരങ്ങള് ഫസ്റ്റ് ലൈനില് എഴുതുക. ഒരു പ്രാവശ്യം എഴുതണ്ടോ? ആ ഇ ഉ ഇറ്. രണ്ട് പേജ് വിട്ടില്ലേ? നമുക്ക് ഊ ഇറ് എന്നുള്ള അക്ഷരത്തിന്റെ വാക്കുകൾ എഴുതേണ്ട പേജ് വിട്ടു. നെക്സ്റ്റ് പേജിലായിട്ട് സ്വരാക്ഷരങ്ങള് ആ മുതൽ ഇറ് വരെയുള്ള അക്ഷരങ്ങൾ ഫസ്റ്റ് ലൈനിൽ ഒരു പ്രാവശ്യം എഴുതുക. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചെഴുത്. എഴുതി? ഓക്കെ ഓക്കെ ഷഹബറ, ഗുഡ്. അതിന്റെ താഴെ നെക്സ്റ്റ് ലൈനിൽ എഴുതുക. എഴുതുക. ആന്ന് മാത്രം എഴുതിയേ. നെക്സ്റ്റ് ലൈനിൽ
എന്നിട്ട് നിങ്ങള് ഹൈഫൺ ഇടുക, അനാർ അമരൂദ്. ഒറ്റ പ്രാവശ്യം എഴുതുക, അനാർ അമരൂദ്. ടെക്സ്റ്റ് ബുക്ക് മുമ്പിലില്ലേ? നോക്കി എഴുതുക. അനാർ, കുറച്ച് സ്പേസ് വിട്ടിട്ട് അമരൂദ്. ഇത് കണ്ടോ? ഇങ്ങനെ എഴുതും. നിങ്ങളെ ബുക്കില് ഇങ്ങനെ വരും. ആ ആ ഇ ഈ ഉ ഉ ഇർ എഴുതി സ്പേസ് വിട്ട് എഴുതുക. നെക്സ്റ്റ് ലൈനില് ആ എഴുതുന്നു, ഹൈഫൺ ഇടുന്നു, അനാർ അമരൂദ് എഴുതിയില്ലേ? ഓക്കെ. നെക്സ്റ്റ് ലൈനില് ആന്ന് എഴുതുക, ആം ആലു. അടുപ്പിച്ചെഴുതരുത്, വിട്ട് എഴുതുക. നെക്സ്റ്റ് ലൈനില് ആന്ന് എഴുതുക, ഹൈഫൺ ഇടുക, ആം ആലു. അമ്മമാരെ എഴുതി കൊടുക്കരുത്, കുട്ടികൾ തന്നെ എഴുതണം. നോക്കി എഴുതുക, ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് എഴുതുക. നെക്സ്റ്റ് ഈ എഴുതുക, ഹൈഫൺ ഇമലി ഇലായജി. നെക്സ്റ്റ് ലൈനില് ഈന്ന് എഴുതുക. എന്തൊക്കെയാണ് വാക്ക്? ഈക്ക്, ഈശ്വർ. ഈക്ക്, ഈശ്വർ. നെക്സ്റ്റ് ലൈനില് ഉ ഹൈഫൺ പുല്ലു ഉടിന. ടെക്സ്റ്റ് ബുക്കിലില്ലേ അതേ വാക്കുകൾ തന്നെ എടുത്തെഴുതുക. ഇംഗ്ലീഷ് വേർഡ് എഴുതാൻ ഞാൻ പറയുന്നില്ല, ഹിന്ദി മാത്രം. മിസ് കാണിച്ചു തരുന്നുണ്ട്, നോക്കുക. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് ആ വാക്ക് എടുത്ത് എഴുതുക. നല്ല ഹാൻഡ് റൈറ്റിംഗിൽ എഴുതണം. ഓക്കെ. നെക്സ്റ്റ് ഊ എന്നുള്ള അക്ഷരം എഴുതുക, ഹൈഫൺ ഊൻ ഊത് പിലാവ്. നെക്സ്റ്റ് ഇർ, ഇർസെ ഋഷി മാത്രമേ ഉള്ളൂ അല്ലെ? ഋഷി. ഇത്രയാണ്. ഋഷി, ഋഷഭ് എന്ന് കൂടെ നമുക്ക് എഴുതാം. ഇവിടെ ഋഷി എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഋഷഭ് എന്ന് കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ആ വാക്കിനെ കൂടെ പരിചയപ്പെടാലോ. നമ്മൾ UKG പഠിച്ചിട്ടില്ലേ ഋഷഭ്? മിസ് എഴുതി കാണിച്ചാൽ നോക്കി എഴുതിക്കോ. എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, എഴുതി പഠിച്ചോ, നല്ലതല്ലേ?
രണ്ട് വാക്കുകൾ വെച്ചായില്ലേ അപ്പൊ ഋഷി ഋഷഭ്. എഴുതുക, ഷ എഴുതുക, ഹ എഴുതുക, ഋഷഭ് ആയില്ലേ? അപ്പൊ നിങ്ങൾ എഴുതി കഴിയുമ്പോൾ ഇത് ഇങ്ങനെ വേണം, ഇങ്ങനെ വരും. അങ്ങനെയാണ് സ്വരാക്ഷരങ്ങൾ ആ മുതൽ വരെയുള്ള അക്ഷരങ്ങൾ വന്നു. അതിനുശേഷം ആ എന്ന അക്ഷരം കൊണ്ട് രണ്ട് വാക്കുകൾ, ആസെ അനാർ അമരൂദ്, ആസെ ആം ആലു, ഈസെ ഇമലി ഇലായച്ചി, ഈസെ ഈഖ് ഈശ്വർ, ഊസെ ഉല്ലു ഉടന, ഊസെ ഊൻ ഊത് ബിലാവ്, ഇർസെ ഋഷി ഋഷഭ്. അപ്പൊ മനസ്സിലായില്ലേ? അപ്പം ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ വാക്കുകളെല്ലാം നമ്മളെ നോട്ട് ബുക്കിലോട്ട് ഒരു പ്രാവശ്യം പകർത്തി എഴുതി. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് വായിച്ചിട്ട് എഴുതി പഠിക്കണം. റഫ് ബുക്കിൽ എഴുതി പഠിക്കണം നന്നായിട്ട്. നമ്മൾ 5 പ്രാവശ്യം വെച്ച് എഴുതുന്നുണ്ടല്ലേ? മുമ്പ് എഴുതി ബാക്കിയുള്ളത് ഇന്ന് എഴുതും. അതിനുശേഷം എല്ലാ അക്ഷരങ്ങളും, അതായത് ആ മുതൽ വരെയുള്ള അക്ഷരങ്ങൾ ചേർത്ത് രണ്ട് വാക്കുകൾ നമ്മൾ ഒന്നിച്ച് നോട്ട് ബുക്കിൽ എഴുതി. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിഹ്നങ്ങൾ എഴുതണ്ടേ? ചിഹ്നങ്ങൾ പഠിക്കണം. ഓക്കെ. അക്ഷരദീപം ഒരു പേജ് എഴുതണം. നിങ്ങൾ വായിക്കാൻ കിട്ടുന്നില്ല മിസ്സിനോട് ചോദിച്ചാൽ മതി. അറ്റൻഡൻസ് എടുത്തോട്ടെ. ആദി തനു, ബിയോണ, ജോവിൻ ജോയൽ, അനാമിക പി രാജ്, അനാമിക ആർ, നീലാഞ്ജന, മിക്താദ്, ജിയ റോസ്, ആയുഷ്, അമൃത, ഷഹബ്ര, റിച്ചാർഡ്, ദേവർഷ, മുഹമ്മദ് മുബ്ദാസിം, അധീന, സാവിയോ, അനാമിക വിളിച്ചു, ഫാത്തിമ, ദീക്ഷിത്, നിയാദാസ്, അമൻ മാധവ്, ഐഫൂന, അൻവിത, അമൃത, ഇർഷാദ്, ഏബൽ മാത്യു, ഹാദി, ആരവ്, നൈല, ഇഷിക രാജ്, റസീൻ യൂസഫ്, MTP എന്നാണ് അല്ലേ? അഫ്രാസ് PK, അനുഗ്രഹ, സേറ മരിയ, സൽമാൻ നാസർ. സൽമാൻ ഒന്ന് കാണട്ടെ, വീഡിയോ ഓൺ ചെയ്തേ. നാസ മറിയം, അതുപോലെ നാസ വീഡിയോ ഓൺ ചെയ്യേ. എല്ലാവരും ആയില്ലേ? 36, 37 പാർട്ടിസിപ്പൻസ് ഉണ്ട്.
ഇപ്പം ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാ. ഇപ്പൊ ക്ലാസ് വർക്ക് എഴുതിയത് ഡേറ്റ് ഇടണം കേട്ടോ അവിടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിഹ്നങ്ങൾ നമ്മൾ എവിടെ വരെയായി? അദീന അൺമ്യൂട്ട് ചെയ്തേ. എവിടം വരെ പഠിച്ചു നമ്മള് ചിഹ്നങ്ങള്? അമ്മയോട് ചോദിക്കണം അല്ലേ? ചിഹ്നങ്ങൾ എവിടം വരെ പഠിച്ചു? അക്ഷരദീപം അല്ല അദീന, ചിഹ്നങ്ങൾ എവിടെ വരെ പഠിച്ചു? മിസ്സിന് അറിയാം, നിങ്ങൾക്ക് അറിയാൻ നോക്കാൻ വേണ്ടിട്ടാ. മുഹമ്മദ് മുദ്ദാസിം പറയാതെ പറഞ്ഞു മോനെ. ഈ വരെ പഠിച്ചു. ഈ വരെ പഠിച്ചു അല്ലേ? ഈ പഠിച്ചോ? ഈ എന്നുള്ള ചിഹ്നം പഠിച്ചോ? നോ, ഇല്ല പഠിച്ചിട്ടില്ല, അറിയാം. ഓക്കെ, അപ്പം ആ എന്നുള്ളതിന്റെയും ഈ എന്നുള്ളതിന്റെയും ചിഹ്നം പഠിച്ചു. ആക്കി മാത്ര, ഈക്കി മാത്ര അല്ലേ? ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ എന്നുള്ള അക്ഷരത്തിന്റെ, ഈ എന്നുള്ള സ്വരാക്ഷരത്തിന്റെ ചിഹ്നമാണ് പഠിക്കാൻ പോകുന്നത് അടുത്ത പീരീഡ്. ഓക്കെ, അപ്പൊ അടുത്ത പീരീഡ് ആകുമ്പോഴേക്ക് ഹോംവർക്ക് ഒക്കെ. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലാസ് ഉണ്ടോ? അടുത്ത പീരീഡ് ക്ലാസ് ഉണ്ടോ? ഇത് കഴിഞ്ഞ പാട് ക്ലാസ് ഉണ്ടോ? ഏത് ക്ലാസ് അദീന? ഇത് കഴിഞ്ഞ പാട് ഏത് ക്ലാസ്സാ ഉള്ളത്? 12 o'clock. 12 o'clock മാഡം ക്ലാസ് ഉണ്ടെന്നാ പറഞ്ഞേ? ഇല്ലെന്നാണല്ലോ ഇവരൊക്കെ പറഞ്ഞേ. അപ്പൊ എന്ത് ചെയ്യണം? ക്ലാസ് ഇല്ലെങ്കില് നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ പറഞ്ഞ വർക്ക് 5 പ്രാവശ്യം എഴുതാൻ പറഞ്ഞില്ലേ? ഇപ്പൊ തന്നെ അവിടെ ഇരുന്ന് എഴുതണം, എന്നിട്ട് പോസ്റ്റ് ചെയ്യണം കേട്ടോ. നാളത്തേക്കല്ല, ഇന്ന് തന്നെ എഴുതണം. ഇനി ഒരാഴ്ചത്തേക്ക് സമയം തരില്ല. ഇന്ന് പറഞ്ഞ കാര്യം ഇന്ന് തന്നെ എഴുതണം. ഈ 37 കുട്ടികളുടെ പേരും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഹോംവർക്ക് ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ക്ലാസ് ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ എഴുതി പോസ്റ്റ് ചെയ്യണം. ഒരാഴ്ചത്തെ സമയം തരില്ല, ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം. ഇത് എഴുതിയത് ഫുള്ള് എഴുതണം 5 വട്ടം. 5 വട്ടം എഴുതാൻ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഊസെ, ഉല്ലു, ഉടിന. നോട്ട് ബുക്കിന്റെ ഹാഫ് പേജ് എഴുതുക. അതിന്റെ താഴെ പകുതിയായിട്ട് ഊസെ, ഊൻ, ഊത് ബിലാവ്. നെക്സ്റ്റ് പേജിൽ ഇറുസെ, ഋഷിന്ന് ഫുൾ പേജ്, ആ പേജ് ഫുൾ ആയിട്ട് എഴുതണം. ഇറുസെ, ഋഷി. ഓക്കെ, അതിന്റെ അടുത്ത പേജിലല്ലേ നമ്മളിപ്പോ ഈ വർക്ക് എഴുതിയത്, ക്ലാസ് വർക്ക് എഴുതിയത്? അതെ. അപ്പം ഈ നോട്ട്ബുക്കിൽ എഴുതുന്ന കാര്യം എഴുതി ഇന്ന് തന്നെ അയക്കാം. നാളേക്ക് വേണ്ട എനിക്ക്. ഇന്ന് ഇടുന്ന ഹോംവർക്ക് മാത്രമേ ഞാൻ ചെക്ക് ചെയ്യുള്ളൂ. ഇന്ന് നിങ്ങൾക്ക് ഹോംവർക്ക് ഇട്ടാൽ നാളെ ഞാൻ ചെക്ക് ചെയ്ത് തീർക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഹോംവർക്ക് ചെയ്ത് ഇടണ്ട. അടുത്ത ക്ലാസ്സിൽ നല്ല വഴക്കും തരും ഹോംവർക്ക് ചെയ്യാത്തവർക്ക്. അപ്പം ഈ ക്ലാസ് കഴിഞ്ഞ പാട് ക്ലാസ് ഇല്ലെങ്കിൽ അവിടെ ഇരുന്ന് എഴുതുക, എന്നിട്ട് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, bye, see you next period. Bye.